എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിൻ്റെ ബാലകാണ്ഡത്തിലെ 33-ാമത്തെ സർഗത്തിൽ 20 മുതൽ 26 വരെയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ നോക്കാൻ പോണത്. ഈ 26-ാമത്തെ ശ്ലോകത്തോട് കൂടിയിട്ട് 33-ാമത്തെ സർഗം തീരുകയാണ് ചെയ്യണത്. ഇവിടെ നമ്മൾ പറഞ്ഞു നിർത്തിയത് കുശനാഭൻ്റെ പെൺകുട്ടികളെ, ആ 100 പെൺകുട്ടികളെ വിവാഹം കഴിക്കാനായിട്ട് ബ്രഹ്മദത്തൻ വന്നു. അങ്ങനെ അതായത് ബ്രഹ്മദത്തനെ ആലോചിക്കാം, വിവാഹാലോചനയ്ക്കായിട്ട് കാമ്പില്യം എന്ന് പറഞ്ഞ രാജ്യത്തിലെ ബ്രഹ്മദത്തൻ എന്ന് പറഞ്ഞ രാജാവുമായിട്ട് വിവാഹം ആലോചിക്കാം എന്നുള്ളത് മന്ത്രിമാരോട് കൂടിയിട്ട് കുശനാഭൻ തീരുമാനിച്ചു എന്നാണ്. ഇനി ആ വിവാഹത്തെ പറ്റിയിട്ടൊക്കെയാണ് വർണ്ണിക്കുന്നത്. നമുക്ക് 20-ാമത്തെ ശ്ലോകം നോക്കാം. സുബുദ്ധിം കൃതവാൻ രാജാ കുശനാഭ സുധാർമ്മിക ബ്രഹ്മദത്തായ കാകുത്സ്ഥ ദാതും കന്യാശതം തഥാ അപ്പോൾ, അതായത് മന്ത്രിമാരും അതുപോലെ തന്നെ പുരോഹിതന്മാരും ഒക്കെ കൂടിയിരുന്ന് ആലോചിച്ചിട്ടാണ് ഇങ്ങനെ ഒരു രാജാവുണ്ട്, ആ രാജാവിന് വിവാഹം കഴിച്ചു കൊടുക്കാം മക്കളെ എന്ന് ഉറപ്പിച്ചത്. അപ്പോൾ ഒന്നുകൂടി അതിന് തീരുമാനം എടുക്കുകയാണ്. രാജാവ് എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ അച്ഛൻ എന്നുള്ള നിലയ്ക്ക് തീരുമാനിക്കുകയാണ്. തഥാ അപ്പോൾ സുധാർമ്മിക രാജാ കുശനാഭ, ധാർമ്മികനായിട്ടുള്ള ധർമ്മപ്രവൃത്തികൾ മാത്രമേ അദ്ദേഹം ചെയ്യാറുള്ളൂ. അങ്ങനെയുള്ള ധാർമ്മികനായിട്ടുള്ള രാജാവായിട്ടുള്ള കുശനാഭൻ കന്യാശതം ബ്രഹ്മദത്തായ ധാതും, തൻ്റെ 100 പുത്രികളെയും ബ്രഹ്മദത്ത മഹാരാജാവിന് നൽകാനായിട്ട്, വിവാഹം കഴിച്ചു കൊടുക്കാനായിട്ട് സുബുദ്ധിം കൃതവാൻ ഹേ കാകുത്സ്ഥ, കാകുത്സ്ഥ ശ്രീരാമനെ വിളിക്കുകയാണ്. അങ്ങനെ അങ്ങോട്ട് ഉറപ്പിച്ചു, ബ്രഹ്മദത്തന് തൻ്റെ മക്കളെ വിവാഹം കഴിച്ചു കൊടുക്കാം എന്ന് എല്ലാവരും കൂടിയിരുന്ന് ആലോചിച്ച് തീരുമാനിക്കുകയാണ് ചെയ്യണത്, കാമ്പില്യ രാജ്യത്തെ രാജാവായിട്ടുള്ള ബ്രഹ്മദത്തന്. എന്നിട്ട് ആ രാജാവിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുകയാണ്. 21-ാമത്തെ ശ്ലോകം നോക്കാം. തമാഹൂയ മഹാതേജ ബ്രഹ്മദത്തം മഹീപതി ദദൗ കന്യാശതം രാജാ സുപ്രീതേനാന്തരാത്മന. തമാഹൂയ മഹാതേജ, തം എന്ന് പറഞ്ഞാൽ ആ ബ്രഹ്മദത്ത മഹാരാജാവിനെ, ആഹൂയ ബ്രഹ്മദത്തം തം ആഹൂയ വിളിച്ചിട്ട്, അതായത് ദൂതനെയൊക്കെ അയച്ച് കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ച്, മഹാതേജ മഹീപതി, മഹാതേജസ്വിയായിട്ടുള്ള അതി പ്രതാപശാലിയായിട്ടുള്ള പ്രഭാവവാനായിട്ടുള്ള ആ മഹീപതി കുശനാഭൻ ബ്രഹ്മദത്തം തം ആഹൂയ, ആ ബ്രഹ്മദത്ത രാജാവിനെ വിളിച്ചിട്ട് സുപ്രീതേന അന്തരാത്മന കന്യാശതം ദദൗ, വളരെ തെളിഞ്ഞ മനസ്സോടു കൂടിയിട്ട്, അതായത് രാജാവിനെ വിളിച്ചു, അപ്പോൾ അദ്ദേഹം സമ്മതിച്ചു, മക്കളെ പെൺകുട്ടികളെ വിവാഹം കഴിക്കാമെന്ന് സമ്മതിച്ചതോടു കൂടിയിട്ട് മനസ്സാകെ തണുത്തവനായിട്ട് വളരെ സന്തോഷത്തോടു കൂടിയിട്ട് കന്യാശതത്തിനെ, തൻ്റെ 100 പുത്രിമാരെയും ആ രാജാവിന്, അതായത് ബ്രഹ്മദത്ത മഹാരാജാവിന് ദദൗ വിവാഹം ചെയ്തു കൊടുത്തു, കന്യാദാനം നടത്തി എന്നർത്ഥം. അതൊന്നുകൂടി വിസ്തരിച്ച് പറയുകയാണ്. 22-ാമത്തെ ശ്ലോകം നോക്കാം. യഥാക്രമം തഥാ പാണിം ജഗ്രാഹ രഘുനന്ദന ബ്രഹ്മദത്തോ മഹീപാലസ്താസാം ദേവപതിർയഥാ. അങ്ങനെ സുപ്രീതേന അന്തരാത്മന, വളരെ തണുത്ത മനസ്സിൽ സന്തോഷമൊക്കെ നിറഞ്ഞവനായ പിതാവിനാൽ, ശ്വശുരനാൽ ഇപ്രകാരമൊക്കെ അറിയിച്ചപ്പോൾ വളരെയധികം സന്തുഷ്ടനായി തീർന്ന ആ ബ്രഹ്മദത്ത മഹാരാജാവ് യഥാക്രമം, ക്രമത്തിനനുസരിച്ച് 100 പുത്രിമാരുണ്ടല്ലോ, അവരെ എല്ലാവരെയും തന്നെ 1, 2 എന്നുള്ള ക്രമത്തിനനുസരിച്ച് പാണിം ജഗ്രാഹ, ഹേ രഘുനന്ദന, അല്ലയോ രഘുനന്ദനായിട്ടുള്ള ശ്രീരാമ, ഇവരുടെ 100 പേരുടെയും പാണിഗ്രഹണം ബ്രഹ്മദത്തൻ നടത്തി. അതാണ് ബ്രഹ്മദത്തോ മഹീപാല, ബ്രഹ്മദത്തൻ എന്നു പേരുള്ള മഹാരാജാവ്, മഹീപാലൻ രാജാവ്, താസാം പാണിം ജഗ്രാഹ, അവരുടെ പാണിഗ്രഹണം നടത്തി. ഏതുപോലെ? യഥാ ദേവപതി തഥാ പാണിം ജഗ്രാഹ, ദേവപതി എപ്രകാരമാണോ അപ്രകാരം, ഇന്ദ്രൻ എപ്രകാരമാണോ വിവാഹം കഴിക്കുന്നത്, ഇന്ദ്രൻ ഈ ലോകത്തെ മുഴുവനും സംരക്ഷിക്കാമെന്ന് ഈ ലോകത്തിൻ്റെ പതിയാകുന്നത്, അതുപോലെ സ്വർഗത്തിൻ്റെ പതിയായിട്ടുള്ള ഇന്ദ്രൻ എങ്ങനെയാണോ ഭൂമിയെയും സംരക്ഷിക്കുന്നത്, അതുപോലെ ഈ കന്യാശതത്തെ, അതായത് 100 പെൺകുട്ടികളെയും സംരക്ഷിക്കാം എന്ന് മഹീപാലൻ ആയിട്ടുള്ള രാജാവായിട്ടുള്ള ബ്രഹ്മദത്തൻ വാക്കുകൊടുക്കുകയും അവരെ വിവാഹം കഴിക്കുകയും ചെയ്തു. അതോടുകൂടിയിട്ട് കുശനാഭൻ്റെ മനസ്സാകെ സന്തോഷം നിറഞ്ഞതായി തീർന്നു.
എന്നിട്ടോ അപ്പം എന്താ ഒരു അത്ഭുതം സംഭവിച്ചത്? അതാണ് 23-ാമത്തെ ശ്ലോകത്തിൽ പറയണത്. സ്പൃഷ്ടമാത്രേ തഥാ പാണൗ വികുബ്ജാ വിഗതജ്വരാ യുക്തം പരമയാ ലക്ഷ്മ്യാ ബഭൗ കന്യാശതം തഥാ. സ്പൃഷ്ടമാത്രേ, അതായത് ഈ രാജാവായിട്ടുള്ള ഭർത്താവായി തീർന്ന രാജാവായിട്ടുള്ള ബ്രഹ്മദത്തൻ സ്പർശിച്ചപ്പോൾ തന്നെ കന്യാദാനം ചെയ്യുന്ന സമയത്ത് പാണിഗ്രഹണം ചെയ്യുമല്ലോ, അങ്ങനെ പാണിഗ്രഹണം നടത്തിയപ്പോൾ തന്നെ സ്പൃഷ്ടമാത്രേ സ്പർശിച്ചപ്പോൾ തന്നെ തഥാ സ്പൃഷ്ടമാത്രേ പാണവും സ്പൃഷ്ടമാത്രേ, പാണവും എന്ന് പറഞ്ഞാൽ കയ്യിൽ ഓരോരുത്തരുടെ കയ്യിൽ സ്പർശിക്കുമ്പോൾ തന്നെ ഓരോ പെൺകുട്ടികളും അങ്ങനെ 100 പേരും വിഗുബ്ജാഹ അവരുടെ കൂന് മാറിയവരായി തീർന്നു. അവരുടെ വൈരൂപ്യം ഇല്ലാതായി. ഈ ബ്രഹ്മദത്തൻ്റെ സ്പർശം കാരണം അവരുടെ വൈരൂപ്യം ഇല്ലാതായി. അതോടുകൂടിയിട്ട് മനസ്സിലുണ്ടായിരുന്ന ആ ക്ഷീണം അല്ലെങ്കിൽ ദുഃഖം അതൊക്കെ മാറുകയും ചെയ്തു. അതാണ് വിഗതജ്വരാഹ, അവരുടെ ഉള്ളിലെ ദുഃഖവും മാറി. ഇങ്ങനെ കൂനും വൈകൃതവും ഒക്കെ പിടിച്ചിട്ട് എങ്ങനെയാണ് വേറൊരാളുടെ ഗൃഹത്തിലേക്ക് പോവുക എന്നൊക്കെ ഈ പെൺകുട്ടികളുടെ മനസ്സിൽ ദുഃഖം ഉണ്ടാവുമല്ലോ. പാണിഗ്രഹണത്തോടു കൂടിയിട്ട് ഓരോരുത്തരുടെയും കൂന് മാറുകയും എല്ലാവരും പഴയ പോലെ തന്നെ സുന്ദരികളാവുകയും ചെയ്തു. അങ്ങനെ അവരുടെ മനസ്സിലെ എല്ലാ ദുഃഖവും മാറിക്കിട്ടി. അതാണ് വിഗതജ്വരാഹ, ആ പെൺകുട്ടികളൊക്കെ സുന്ദരികളായി തീർന്നു. അതോടുകൂടി യുക്തം പരമയാ ലക്ഷ്മ്യാ ബഭൗ കന്യാശതം തഥാ അപ്പോൾ പരമയാ ലക്ഷ്മ്യാ യുക്തം കന്യാശതം ബഭൗ, വളരെ ഐശ്വര്യവും സന്തോഷവും അവരുടെ ശരീരത്തിൽ വന്ന് ഭവിച്ചു. അതായത് ഇവരുടെ ശരീരമൊക്കെ പഴയ പോലെ തന്നെ ആയപ്പോൾ അവരൊക്കെ ലക്ഷ്മി ദേവിയെ പോലെ തന്നെ സുന്ദരികളായി തീർന്നു. അതാണ് പരമയാ ലക്ഷ്മ്യാ യുക്തം കന്യാശതം, പരമമായ ലക്ഷ്മിയോട് കൂടിയിട്ട് സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ വളരെ ആരോഗ്യവതികളായി തീർന്ന ആ പെൺകുട്ടികളോട് കൂടിയിട്ട് ആ 100 കന്യകമാരോട് കൂടിയിട്ട് ബ്രഹ്മദത്തൻ ശോഭിച്ചു. അവരെല്ലാവരും സന്തോഷവാന്മാരായി തീർന്നു. എല്ലാവർക്കും ഈ ഒരു വിവാഹത്തോടു കൂടിയിട്ട് വളരെയധികം സന്തോഷമായി. അച്ഛനായാലും മക്കൾക്കായാലും ഭർത്താവിനായാലും അവിടെയുള്ള മറ്റ് ജനങ്ങൾക്കൊക്കെ വളരെയധികം സന്തോഷമായി. അവരുടെ ആ ശരീരത്തിൻ്റെ രൂപം തന്നെ മാറിപ്പോയി. എല്ലാവരും സുന്ദരികളായി തീർന്നു. സദൃഷ്ട്വാ വായുനാ മുക്താഃ കുശനാഭോ മഹീപതി ബഭൂവ പരമപ്രീതോ ഹർഷം ലേഭേ പുനഃ പുനഃ. വായുനാ മുക്താഹ ദൃഷ്ട്വാ, വായുവിനാൽ മുക്തകളാക്കപ്പെട്ട, അതായത് വായുവിൻ്റെ ശാപം കൊണ്ടാണല്ലോ ഈ പെൺകുട്ടികളൊക്കെ ഇങ്ങനെ രൂപം വൈകൃതമായി തീർന്നത്. ഭർത്താവിൻ്റെ സ്പർശനത്തോടു കൂടിയിട്ട് ഇവരുടെ വൈകൃതങ്ങളൊക്കെ മാറി എന്ന് കണ്ടപ്പോൾ വായുനാ മുക്താഹ, വായുവിനാൽ ശാപമോക്ഷം നൽകപ്പെട്ടവരായി കണ്ടിട്ട് ഈ കുട്ടികളെ കണ്ടതോടു കൂടിയിട്ട് മഹീപതി കുശനാഭ പരമപ്രീതോ ബഭൂവ, കുശനാഭൻ മഹാരാജാവായിട്ടുള്ള കുശനാഭൻ വളരെയധികം സന്തുഷ്ടനായി തീർന്നു. അത് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഒന്നുകൂടി എടുത്തു പറയണമെന്നേ ഉള്ളൂ. അങ്ങനെ ഹർഷം പുനഃ പുനഃ ലേഭേ, അതായത് ഈ കുട്ടികളുടെ ശരീരം എന്നേക്കുമായിട്ട് ഒരു വൈകൃതം വന്നു പോയി എന്നാണ് രാജാവ് അച്ഛൻ വിചാരിച്ചിരുന്നത്. പക്ഷേ വിവാഹത്തോടു കൂടിയിട്ട് എല്ലാം മാറിയപ്പോൾ വളരെയധികം സന്തോഷമായി. അത് പിന്നെയും പിന്നെയും ആവർത്തിച്ച് പറയുകയൊക്കെ ചെയ്തു. വളരെയധികം സന്തോഷം അനുഭവിച്ചു. പുനഃ പുനഃ ഹർഷം ലേഭേ, വീണ്ടും വീണ്ടും സന്തോഷത്തെ പ്രാപിച്ചു. മക്കളൊക്കെ പഴയ പോലെ തന്നെ സുന്ദരികളായി എന്നുള്ളതിൻ്റെ ആഹ്ലാദം അനുഭവിച്ചു എന്നർത്ഥം. എന്നിട്ടോ 25-ാമത്തെ ശ്ലോകം നോക്കാം. കൃതോദ്വാഹം തു രാജാനം ബ്രഹ്മദത്തം മഹീപതിം സദാരം പ്രേഷയാമാസ സോപാധ്യായ ഗണം തഥാ അതിനുശേഷം, അതായത് ഇവരുടെ വിവാഹം കഴിഞ്ഞു, അവരുടെ വൈകൃതങ്ങളൊക്കെ മാറി, എല്ലാം പഴയ പോലെ തന്നെ വളരെ സന്തോഷത്തോടു കൂടിയിട്ടുള്ള നിമിഷങ്ങൾ വന്ന് ചേർന്നപ്പോൾ രാജാവ് അവരെയൊക്കെ സ്വന്തം നാട്ടിലേക്ക് കാമ്പില്യത്തിലേക്ക് പറഞ്ഞയക്കുകയാണ്. അതാണ് കൃതോദ്വാഹം. ഉദ്വാഹം എന്ന് വെച്ചാൽ വിവാഹമാണ്. വിവാഹമൊക്കെ കഴിഞ്ഞിട്ട് സന്തോഷവാന്മാരായിട്ട് സന്തോഷവതികളായിട്ടൊക്കെ ഇരിക്കുന്ന എല്ലാവരും, അങ്ങനെയുള്ള ആ സമയത്ത് രാജാനം മഹീപതിം ബ്രഹ്മദത്തം, മഹാരാജാവായിട്ടുള്ള ആ ബ്രഹ്മദത്തനെയും, ബ്രഹ്മദത്തൻ എങ്ങനെയാണ്, സദാരം സോപാധ്യായ ഗണം, ഭാര്യമാരോടുകൂടി ഉപാധ്യായന്മാരോടൊക്കെ കൂടിയിട്ട് ആ കാമ്പില്യത്തെ മഹാരാജാവായിട്ടുള്ള ബ്രഹ്മദത്തനെ പ്രേഷയാമാസ, തിരിച്ച് രാജ്യത്തിലേക്ക് തന്നെ കുശനാഭൻ പറഞ്ഞയച്ചു. അതായത് വിവാഹത്തിൻ്റെ ചടങ്ങുകളെല്ലാം അവസാനിച്ചു. സന്തോഷത്തോടു കൂടിയിട്ട് കുശനാഭൻ തൻ്റെ പെൺകുട്ടികളെ എല്ലാവരെയും ബ്രഹ്മദത്തൻ്റെ കൂടെ പറഞ്ഞയച്ചു. ഉപാധ്യായന്മാർ
അതായത് പുരോഹിതന്മാർ, ആചാര്യന്മാരൊക്കെ അവിടെ നിന്ന് വന്നവരുണ്ടാവും. ഇവിടെ നിന്ന് കുറച്ച് പേരെയൊക്കെ കൂട്ടി രാജാവ് കാമ്പില്യത്തിലേക്ക് എല്ലാവരെയും പറഞ്ഞയച്ചു. ആ സമയത്ത് ബ്രഹ്മദത്തൻ്റെ അമ്മയായിട്ടുള്ള സോമദയും ഉണ്ടായിരുന്നു. അതാണ് പറയണത്. 26-ാമത്തെ ശ്ലോകം 3 വരികളുണ്ട്. സോമദാപി സുതം ദൃഷ്ട്വാ പുത്രസ്യ സദൃശീം ക്രിയാം യഥാന്യായം ച ഗന്ധർവീ സ്നുഷാസ്താഃ പ്രത്യനന്ദത സ്പൃഷ്ട്വാ ച താഃ കന്യാഃ കുശനാഭം പ്രശസ്യ ച. സോമദ അപി, സോമദയും അവിടെ വന്നിരുന്നു. സോമദ ഒരു ഗന്ധർവ സ്ത്രീയാണ്. പ്രത്യേകിച്ച് ആരോടും ഒരു കടപ്പാടില്ലാത്തൊരു ഗന്ധർവ സ്ത്രീ ആയിട്ടാണല്ലോ ആദ്യമേ പറഞ്ഞത്. എനിക്കൊരു പുത്രനുണ്ടാവണം, ഞാൻ ആരുടെയും ഭാര്യയായിട്ട് ഭവിക്കില്ല എന്നുള്ളതൊക്കെ ചൂളിയോട് സോമദ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ മകന് നല്ലൊരു നിലയായി. വിവാഹമൊക്കെ കഴിഞ്ഞപ്പോൾ സോമദയ്ക്ക് വളരെയധികം സന്തോഷമായി. സോമദ അപി, സോമദയും സുതം ദൃഷ്ട്വ, മകനെ കണ്ട്, മകൻ്റെ ഈ ഒരു വിവാഹമൊക്കെ കണ്ടിട്ട്, പദവിയും വിവാഹവുമൊക്കെ കണ്ടിട്ട്, അതോടൊപ്പം തന്നെ പുത്രസ്യ സദൃശീം ക്രിയാം, പുത്രന് ചേർന്നതായിട്ടുള്ള ക്രിയകൾ, വിവാഹാദി കർമ്മങ്ങളൊക്കെ വേണ്ടതുപോലെ തന്നെ കുശനാഭൻ നടത്തിയതൊക്കെ കണ്ടിട്ട്, യഥാന്യായം ച ഗന്ധർവീ, അതൊക്കെ ന്യായപ്രകാരം ലോകത്തിലെ നിയമങ്ങൾ, നടപടികൾ എങ്ങനെയാണോ അതിനനുസരിച്ചൊക്കെ തന്നെയാണ് നടത്തിയത് എന്നൊക്കെ കണ്ടിട്ട് ആ ഗന്ധർവ സ്ത്രീ, ഗന്ധർവി ആയിട്ടുള്ള സോമദ സ്നുഷാഹ താഹ പ്രത്യനന്ദത, ആ സ്നുഷകളെയൊക്കെ കണ്ടിട്ട് വളരെയധികം സന്തോഷിച്ചു. മകൻ്റെ അവസ്ഥയും വന്ന പെൺകുട്ടികളെയുമൊക്കെ അംഗീകരിക്കുകയും വളരെയധികം സന്തോഷം അനുഭവിക്കുകയും അവരെയൊക്കെ അഭിനന്ദിക്കുകയും ചെയ്തു. അതാണ് സ്പൃഷ്ട്വാ ച താ കന്യാഃ കുശനാഭം പ്രശസ്യ ച പ്രത്യനന്ദത. അവരെ ഓരോരുത്തരെയായിട്ട് ആലിംഗനം ചെയ്തു. അതാണ് ഒരു വളരെ മഹത്തായിട്ടുള്ളൊരു കാര്യം. താൻ ഇടപെട്ടിട്ട് പോലുമില്ല. അച്ഛനാണ്, അതായത് കുട്ടികളുടെ അച്ഛനാണ്, പെൺകുട്ടികളുടെ അച്ഛനാണ് വിവാഹത്തിന് മുൻകൈയെടുത്തത്. വിവാഹമൊക്കെ ഭംഗിയായിട്ട് നടന്നു. മകന് നല്ല ഒരു വിവാഹം തന്നെ നടന്നു കിട്ടി. നല്ല ഒരു രാജാവായിട്ട് ശോഭിക്കുന്നു. ഇതെല്ലാം കണ്ടിട്ട് സന്തോഷവതിയായിട്ടുള്ള സോമദ പെൺകുട്ടികളെ എല്ലാവരെയും അഭിനന്ദിച്ചു. അതുപോലെ തന്നെ കുശനാഭനെ അഭിനന്ദിക്കാനും മറന്നില്ല. അങ്ങനെ സന്തോഷകരമായിട്ട് ആ പെൺകുട്ടികൾക്കൊരു ആപത്ത് വന്നു എങ്കിലും അതൊക്കെ മാറി നല്ലൊരു വിവാഹ മംഗളകർമ്മം നടക്കുകയും ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു സർഗം ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. സുബുദ്ധിം കൃതവാൻ രാജാ കുശനാഭസുധാർമ്മിക ബ്രഹ്മദത്തായ കാകുത്സ്ഥ ദാതും കന്യാശതം തദാ തമാഹൂയ മഹാതേജ ബ്രഹ്മദത്തം മഹീപതി ദദൗ കന്യാശതം രാജാ സുപ്രീതേനാന്തരാത്മനാ യഥാക്രമം തദാ പാണിം ജഗ്രാഹ രഘുനന്ദന ബ്രഹ്മദത്തോ മഹീപാലസ്താസാം ദേവപതിർയഥാ സ്പൃഷ്ടമാത്രേ തദാ പാണൗ വിഗുബ്ജാ വിഗതജ്വരാഃ യുക്തം പരമയാ ലക്ഷ്മ്യാ ബഭൗ കന്യാശതം തദാ സ ദൃഷ്ട്വാ വായുനാ മുക്താഃ കുശനാഭോ മഹീപതിഃ ബഭൂവ പരമപ്രീതോ ഹർഷം ലേഭേ പുനഃ പുനഃ കൃതോദ്വാഹം തു രാജാനം ബ്രഹ്മദത്തം മഹീപതിം സദാരം പ്രേഷയാമാസ സോപാധ്യായഗണം തദാ സോമദാപി സുതം ദൃഷ്ട്വാ പുത്രസ്യ സദൃശീം ക്രിയാം യഥാന്യായം ച ഗന്ധർവീ സ്നുഷാസ്താഃ പ്രത്യനന്ദത സ്പൃഷ്ട്വാ ച താഃ കന്യാഃ കുശനാഭം പ്രശസ്യ ച. അങ്ങനെ ആ ഒരു കഥയുടെ ഭാഗം ഇവിടെ തീരാണ്. സുന്ദരമായിട്ടുള്ള ശ്ലോകങ്ങൾ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.